അപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പൊ നമ്മളൊരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചോടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഗൈസ്, അപ്പൊ നമ്മുടെ പിള്ളേരാണ് കഴിഞ്ഞ വീഡിയോക്ക് ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു നമുക്ക് ഒരു ഈറ്റിംഗ് ചലഞ്ച് വെക്കണമെന്ന്. ഗൈസ്, അപ്പൊ നല്ല അടിപൊളി അപ്പവും ബീഫ് കറിയും തീറ്റ മത്സരമാണ്. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ ഇപ്പൊ ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ അല്ലേ? എന്താ കേട്ടോ, കണ്ണോപ്പറേഷൻ കഴിഞ്ഞ കേട്ടോ, കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. പാണ്ടൊക്കെ താണ്ടിറങ്ങിയതാ. അവിടെ കേറിയെന്ന് ഗൈസ്. അപ്പൊ പിന്നെ പാൻറ് കാണിച്ചു തരാം കേട്ടോ. കിളിക്കോളൂ, പുള്ളി വാങ്ങ് ഫ്രീക്കായി വരും കേട്ടോ. ആരാണ് ഈ പാൻറ്? മോൻ മാറ്റി കൈ മാറ്റി. എന്താ പറ്റിയടാ നിന്റെ എണ്ണ? നിന്റെ എണ്ണ എന്താ പറ്റിയടാ? ഇതിന് പറ്റുന്നുണ്ടോ അവന്? എന്താ പറ്റിയടാ അവന്? കൃതാ ഒന്നിയാണ് നിന്റെ. അപ്പൊ വേണ്ടേ നമ്മുടെ ശിവയ്ക്കാണെങ്കിൽ ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പുള്ളി ഇവിടുത്തെ കാവടി സ്വാമിയാണ് അല്ലേ? ഏത് കാവടിയാ? പാൽക്കാവടിയാണ്. അപ്പൊ പുള്ളിക്കാരന് മത്സരിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ചട്ടി ഇരിപ്പുണ്ട്. കാണിച്ചേ, തല കാണിച്ചേ. ഇത് കണ്ടോ, കുറെ ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടോ? കൈസ വേണ്ടോ, തലയുടെ കുറെ ടാറ്റു ഒക്കെ ഉണ്ട്. ഇത് ഏത് സ്റ്റൈലാന്ന് എനിക്ക് അറിയത്തില്ല. വിയപുരം. നിന്റെ വി കാണിച്ചേ. മോളു ഗൈസ്, അപ്പൊ വേണ്ട അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ എങ്ങനെയുണ്ട് അമ്മ ഇപ്പം? പറ. എന്നെ ഓക്കെ വരുന്നുണ്ടല്ലേ? മറ്റന്നാൾ ഇനിയും ആശുപത്രി പോകണം ഡോക്ടറിനെ കാണാനായിട്ട്. ചൊവ്വാഴ്ച പോകണം. പിള്ളേരെല്ലാം മത്സരിക്കാൻ വന്നതാണ്. ആരൊക്കെയാ മത്സരിക്കുന്നത്? ഇന്ന് മത്സരിക്കുന്നത് നമ്മുടെ വേണ്ട ഇവനുണ്ട്. ഇവന്മാരൊക്കെയാ പറഞ്ഞത്. മഹി, അപ്പു, വേണ്ട ഇവനും ഉണ്ട് കേട്ടോ. ഇത് ജിൻസന് ഓരോ ഇവനൊക്കെ കേട്ടു പറഞ്ഞു. ജിൻസന് ഒന്ന് വരാൻ പറ്റിയില്ല. പിന്നെ രേഷു ഉണ്ട് ഇവിടെ. രേഷു കണ്ടോ ഇപ്പം സുഖമല്ലേ? ഗൈസ്, അപ്പം രേഷു ഇപ്പം 4ാമത്തെ മാസം കഴിഞ്ഞു. ഇപ്പൊ 5ാമത്തെ മാസത്തിലേക്ക് പോവാണ് ഇനി. അപ്പൊ ഈയിടെ സ്കാനിങ് ഉണ്ട് അല്ലേ? അപ്പൊ അതിനൊക്കെ പോകണം. രേഷു എല്ലാരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. എല്ലാരും ഉണ്ട്. ഗൈസ്, അപ്പൊ വീഡിയോ നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ നമ്മള് അവന്മാർക്ക് നല്ല അപ്പവും ബീഫ് കറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്മാരിന്ന് മത്സരിക്കാൻ വേണ്ടി പോവല്ലോ. ആര് ജയിക്കുമെന്ന് അറിയത്തില്ല. ആര് ജയിക്കുമായിരിക്കും ഇവര്? ഇത് ഒരു അമ്മയൊന്ന് പ്രവചിച്ചു. 3 പേരല്ലേ ഉള്ളു? 4 പേര്. ആരെങ്കിലും ജയിക്കട്ടെ. നീ പറഞ്ഞല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. നല്ല അടിപൊളി അപ്പവും ബീഫും തീറ്റ മത്സരമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? നമ്മുടെ മത്സരത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ്. അപ്പൊ ആരൊക്കെയാ മത്സരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നേണ്ട നമ്മുടെ അപ്പു ഉണ്ട് കേട്ടോ. നമ്മുടെ അപ്പു ഉണ്ട്. നമ്മളെ ജയിക്കുമല്ലേ ഗൈസ്? അപ്പൊ നേണ്ട അപ്പു വേണ്ട വെല്ലു വിളിച്ചിരിക്കുകയാണ്. ഗോകുലേ അവിടെ നമ്മുടെ നമ്മളെ ജയിക്കുമല്ലോ. അപ്പൊ വേണ്ട എല്ലാരും ഗോകുലും പറയുന്ന അവൻ ജയിക്കുന്നോട്ടെ. നേണ്ടേ നീ ജയിക്കുമല്ലേ? അത്രേ ഉള്ളു. ഗൈസ്, അപ്പൊ അവിടെ സേതു ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ സേതുവിന് പകരം നമ്മുടെ ജിൻസൺ ആയിരുന്നു മത്സരിക്കാനിരുന്നത്. ഇന്ന് അവർ അപ്പൻ്റെ കൂടെ പോയിട്ടുള്ള പൊറോട്ട ഒക്കെ അടിച്ചിട്ടാ. എത്ര പൊറോട്ട കഴിച്ചടാ? 10 പൊറോട്ട എങ്ങാണ്ട് കഴിച്ചു വന്നിരിക്കും കേട്ടോ. നമ്മുടെ സേതുവിനെ കഴിഞ്ഞുണ്ട്. അവനെ അല്ലിപ്പരുന്ന് മത്സരിക്കുന്നില്ല മോനെ. എന്താ മത്സരിക്കാതെ തോറ്റു പോകല്ലേ? കൈ മറ്റെത്താണോ? ജോലൈനാണോ കാണിച്ചേ? സൈഡ് കാണിച്ചേ. ജോലൈനുണ്ടോ? എന്താ ജോലൈനാ? ആര് ജയിക്കടാ ഇന്ന്? സേതു ജയിക്കുന്നതാണ് നമ്മുടെ അല്ലിപ്പൻ പറയാം. എടാ നിന്റെ ജോലൈന് കാണിച്ചേ. കാണിച്ചോ? നിന്റെ കാണിച്ചോ? നിന്റെ കാണിച്ചേ. ഗൈസ്, അപ്പം ജോലൈൻ ഉണ്ടായിരുന്നു കേട്ടോ. മുണ്ടുനീര് വന്നപ്പോ പോയി. അത് ഇപ്പൊ നല്ല അടിപൊളി ബീഫ് കറി അപ്പമാണ് കേട്ടോ. ഇരിക്കുന്നത് ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. 3 അപ്പം വെച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പിള്ളേരെ ഈ വട്ടം പിള്ളേരെ നമ്മൾ അങ്ങനെ കഴിപ്പിക്കുന്നില്ല. 3 അപ്പം വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആര് കഴിക്കുന്ന അവർ ജയിക്കും കേട്ടോ. അപ്പം എല്ലാരും ഓക്കെ അല്ലേ? പിന്നെ തീർക്കണ്ടേ? പിന്നെ ചാറല്ല കഴിക്കണം. മെയിനായിട്ട് നമ്മുടെ അപ്പവും ബീഫും കഴിക്കണം. നമ്മുടെ മത്സരം തന്നെ തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ നിരന്നിരിപ്പുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? റെഡി 1 2 3
ഗൈസ് നമ്മുടെ മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് മത്സരം. ഇതാണ് ആര് ജയിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് അറിയത്തില്ല ആര് ജയിക്കുന്നില്ല. എല്ലാരും ഓരോ വാശിയേറിയ മത്സരമാണ് നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പുവാണെങ്കിൽ നമ്മുടെ ദോശയാണെങ്കിൽ എന്റെ പുട്ട് പോലെ കുഴച്ചാണ് അടിക്കുന്നത്. അതുപോലെ നമ്മുടെ ഗോകുലിന് തന്നെ കുത്തിക്കയറ്റി കഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പോലെ തന്നെ നമ്മുടെ തീരാറായി കേട്ടോ. കണ്ണടച്ച് തീരുന്നതിന് നമ്മുടെ മത്സരം തീരാറുണ്ട്. നമ്മുടെ സേതാണ് നാണക്കേടോ തോറ്റു കഴിഞ്ഞാൽ ജയിക്കണം പറഞ്ഞു. ജയിച്ചപ്പോ ഇവിടെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജയിക്കണം. മത്സരം തീരാറായിരിക്കാണ്. നമ്മുടെ ഗോകുൽ ജയിച്ചിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ചായിരുന്നല്ലേ, പക്ഷെ നമ്മുടെ അപ്പവും തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വേണ്ടേ മത്സരം തീർന്ന്. നീ എത്ര തവണ വിജയിക്കുന്നത്? രണ്ടാമതല്ലേ? എന്താണ് എന്താ പറ്റി? പക്ഷെ രണ്ടുപേരും ഒരുപോലെ കഴിച്ചല്ലേ? ഒരുപോലെ കഴിച്ച അപ്പൂനാണെങ്കിൽ കഴിക്കാൻ തീർക്കാൻ പറ്റില്ല കേട്ടോ. വേണ്ടേ എന്താടാ വിചാരിക്കുന്നു? എന്താ ഒരു ചായ കൂടെ കഴിക്കട്ടെ? ചായയുടെ അമ്മ ഒരു ചായ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തീറ്റ മത്സരം നമ്മുടെ ഗോകുല് ജയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത തീറ്റ മത്സരം വേണമെന്നൊക്കെ ഇവന്മാര് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മന്തിയുടെ കാര്യം ഇവന്മാര് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവനോടാ പറഞ്ഞാ അടുത്ത വട്ടം നമ്മൾ മന്തി ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം അല്ലേ? ഇതുവരെ നമ്മൾ മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് നമ്മുടെ പിള്ളേർക്കെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. അടുത്ത എന്താ മത്സരം വേണ്ട? അടുത്ത വേണ്ടേ? മന്തി മതിയോ? മന്തി തീറ്റ മത്സരം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുക്കുന്നുണ്ട്. ഒരു അടിപൊളി ക്രിസ്മസ് ഗാനത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഓക്കെ പഠിക്കോ? സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലുകൾ പുഞ്ചിരി തൂകി കുഞ്ഞിലോരിയങ്ങൾ പാടി കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ണിലൊരു കൈകളിനായി ആരോര് കാണാനും കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇത് നല്ല വീഡിയോ ആയിട്ട്